ഹലോ, ഇന്നിപ്പോൾ നമ്മൾ ചെയ്ത് നോക്കാൻ പോകുന്നത് ടെക്സ്റ്റിന് എങ്ങനെ ഈ വാട്ടർ ഡ്രോപ്പിൻ്റെ എഫക്റ്റ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിത് ടെക്സ്റ്റിന് മാത്രമല്ല ഷേപ്പിനൊക്കെ കൊടുക്കാൻ പറ്റും. എങ്ങനെയാണ് ചെയ്യുന്ന നോക്കാം. അപ്പോൾ ഞാൻ ടെക്സ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് റെഡിയാക്കുക. ഇനി നമുക്ക് അടുത്ത് ചെയ്യേണ്ടത് ലെയർ പാനലിലേക്ക് പോകുക എന്നുള്ളതാണ്. ഇതാണ് ലെയർ പാനൽ. അപ്പോൾ നമ്മളിവിടെ ചെയ്ത 2 ലെയർ ഇവിടെ കാണാൻ പറ്റി. ബാക്ക്ഗ്രൗണ്ടുമാണ് നമ്മൾ ടൈപ്പ് ചെയ്ത ടെക്സ്റ്റ് ഇവിടെ കിടപ്പുണ്ട്. ഇത് ഇവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കേണ്ടത് വിൻഡോയ്ക്കകത്ത് വരിക. ഇത് കണ്ടോ, ലെയർ F7. ഇത് ക്ലിക്ക് കഴിഞ്ഞാൽ ഡിസേബിൾ ആവും. കണ്ടോ, അതിൻ്റെ ഷോർട്ട് കട്ട് F7 ആണ്. കീബോർഡിലെ ഫംഗ്ഷൻ കീ F7 അമർത്തി കഴിഞ്ഞാൽ അത് വരുന്നതായിരിക്കും. കണ്ടോ, ഇത്രയും ചെയ്ത് വെക്കുക. ഇനി അടുത്ത ചെയ്യേണ്ടത് ഈ ലെയറിൻ്റെ മോഡ് എന്നുള്ള നോർമൽ മാറ്റി ഓവർലേ ആക്കുക. കണ്ടോ, ഓവർലേ എന്നാക്കി. അപ്പോൾ ഇവിടെ വരുന്ന വ്യത്യാസം കണ്ടോ, ആ പിക്ചറിലേക്ക് തന്നെ ടൈപ്പ് ചെയ്തൊരു എഫക്റ്റിലേക്ക് ഇത് വന്നു കഴിഞ്ഞു. അപ്പോൾ ഇത്രയും ചെയ്യുക. ഇനി അടുത്തതായിട്ട് ഇതിന് വേണ്ടത് ലെയർ സ്റ്റൈൽ എന്ന്. അത് ലെയർ മെനുവിൽ വരിക. ലെയർ സ്റ്റൈലിനകത്ത് ബ്ലെൻഡിങ് ഓപ്ഷൻ എന്ന് പറഞ്ഞ ഇതേ ക്ലിക്ക് ചെയ്യുക. കണ്ടോ, അപ്പോൾ ഇങ്ങനെ ഒരു ലെയർ സ്റ്റൈൽ എന്ന് പറയുന്ന വലിയൊരു വിൻഡോ വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ലെയറിന് കൊടുക്കാൻ പറ്റുന്ന എഫക്റ്റുകളാണ് ഈ കൊടുത്തേക്കുന്നത്. നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്ത് വാട്ടർ ഡ്രോപ്പിന് ആവശ്യമായ എഫക്റ്റുകൾ മാത്രമേ കൊടുക്കുന്നുള്ളൂ. നമ്മളിനി കൊടുക്കാൻ പോകുന്ന എഫക്റ്റ് ഇന്നർ ഷാഡോ എന്ന് പറയുന്ന എഫക്റ്റാണ്. ഇന്നർ ഷാഡോ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അകത്ത് ഒരു ഷാഡോ എഫക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. കണ്ടോ, ഇങ്ങനെ അകത്തൊരു നിഴൽ പോലെ വരുന്നുണ്ട്. അതിൻ്റെ ഒപ്പാസിറ്റി ഇവിടെ കൂട്ടാനും കുറയ്ക്കാൻ പറ്റും. ഒപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ അതിന് എത്രമാത്രം എഫക്റ്റ് അപ്ലൈ ആവുന്നുള്ളത് നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. അതിൻ്റെ ട്രാൻസ്പെറൻസി എന്ന് വേണേൽ പറയാം. ഇനി നമുക്കിവിടെ വന്നിട്ട് ഈ മോഡ് കണ്ടോ, ബ്ലെൻഡ് മോഡെന്ന് എഴുതിയേക്കുന്നത്. ഇതുണ്ട് ഈ ബ്ലെൻഡ് മോഡ്. ഇവിടെ വന്നിട്ട് ലീനിയർ ബേൺ ആക്കുക. ഇവിടെ നോക്കി എഡ്ജൊക്കെ കണ്ടോ, നല്ലൊരു എഫക്റ്റായിട്ട്, അതായത് നമുക്ക് കറക്റ്റ് ഇപ്പോൾ അറിയാൻ പറ്റുന്നുണ്ട് എന്ത് എഫക്റ്റ് അതിൽ വന്നേക്കുന്നതെന്ന്. ഇനി നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഡ്രോപ്പ് ഷാഡോ എന്ന് പറയുന്ന എഫക്റ്റാണ്. അതുകൊണ്ട് ആ പേരിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുക, അതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യുക. ഇത് കണ്ടോ, നമുക്ക് എത്രമാത്രം ഇത് വേണമെന്നുള്ളത് കൊടുക്കാൻ പറ്റും. ഇനി ഇവിടെ വന്നിട്ട് നിങ്ങൾ ഈ മോഡ് ചേഞ്ച് ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ ഇവിടെ ലീനിയർ ബേൺ കൊടുത്ത് നോക്കാം. അതൊത്തിരി ഇതാണ്. അപ്പോൾ ഈ നോർമലി കിടക്കുന്നത് ഞാൻ ഓവർലേ എന്ന് കൊടുക്കുന്നു. അപ്പോൾ ഓരോന്ന് കൊടുക്കുമ്പോൾ ഓരോ ഇതാണ് വരുന്നത്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ നമുക്കതിന് ആപ്റ്റാകുന്ന രീതിയിലുള്ള സംഭവം എടുത്ത് കൊടുക്കുക. ഏതാണ് സോഫ്റ്റോ കുറേ സംഭവം കിടപ്പുണ്ട്. കണ്ടോ, നമ്മൾ ഈ മോഡ് മാറ്റുമ്പോൾ സംഭവിക്കുന്നത് ഈ പിക്ചറുമായിട്ടാണ് അതിൻ്റെ മോഡ് ചേഞ്ച് ആവുന്നത്. കണ്ടോ, ഓരോന്ന് കൊടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ ബ്ലെൻഡിങ് പിക്ചറുമായിട്ട് രണ്ടും തമ്മിൽ ബ്ലെൻഡ് ചെയ്ത് വരുന്ന എഫക്റ്റിനാണ് വ്യത്യാസം വരുന്നത്. അപ്പോൾ ഇത് കൊടുത്തു നമുക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി നമ്മൾ ഇതിന് കൊടുക്കാൻ പോകുന്നത് ബെവൽ ആൻഡ് എംബസ് എന്ന് പറഞ്ഞ ഏറ്റവും മുകളിൽ കാണുന്ന ഈ എഫക്റ്റാണ്. ഇത് കണ്ടോ, ഞാനിത് ഓർഡറിലല്ല എഫക്റ്റ് കൊടുക്കുന്നത്. അത് കറക്റ്റ് അറിയാൻ വേണ്ടി ആദ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ബെവൽ ആൻഡ് എംബസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ എഫക്റ്റ് കറക്റ്റ് അപ്ലൈ ചെയ്യാമെന്ന് അറിയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ബെവൽ ആൻഡ് എംബസ് കൊടുത്തു. ഇതാണ് ബെവൽ ആൻഡ് എംബസ് എഫക്റ്റ്. ഇത് കണ്ടോ, ഇവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഓരോന്ന് വ്യത്യാസം വരുന്നുണ്ട്. കണ്ടോ, സോഫ്റ്റ് ആൻഡ് ചെയ്യാം, ഇതിൻ്റെ ഡെപ്ത്ത് കൂട്ടാൻ കുറയ്ക്കാം. കണ്ടോ, വ്യത്യാസം വരുന്നുണ്ടോ. ഇപ്പം തന്നെ ഓൾമോസ്റ്റ് ഒരു എഫക്റ്റ് വന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് കറക്റ്റ് ഒരു വാട്ടറിൻ്റെ എഫക്റ്റ് കിട്ടണം. ഇനി ഇതിപ്പോൾ ആവശ്യാനുസരണം അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം എത്രമാത്രം പ്രൊജക്ഷൻ വേണമെന്നുള്ളത്. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ താഴെ ഷെയ്ഡിങ്ങിൻ്റെ അകത്ത് വരിക. ഇവിടെ ഗ്ലോസ് കൊണ്ടുവർ എന്ന് പറയുന്ന എഫക്റ്റ് കിടപ്പുണ്ട്. അതേ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇത് ഓരോന്ന് മാറ്റി നോക്കുക. ഇത് കണ്ടോ, ഇപ്പോൾ കണ്ടോ, ഇതിൽ നിന്ന് നമുക്ക് ഏതാണ് വാട്ടർ എഫക്റ്റ് വേണ്ടതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാം. പല സ്റ്റൈൽ അവർ ഇത് കണ്ടോ, ഇത് കറക്റ്റ് ആപ്റ്റാണ്. കണ്ടോ ഈ സംഭവം. അപ്പോൾ ഇത് കൊടുക്കുന്നു. ഇനി ഈ മോഡ് ഹൈലൈറ്റ് മോഡ്, ഷാഡോ മോഡ്, ഇത് രണ്ടും നോക്കിക്കണം. ഇവിടെ രണ്ടും വൈറ്റ് കളർ ആയിരിക്കണം. ഒപ്പാസിറ്റി ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് വ്യത്യാസം വരും. ഇത് കണ്ടോ, ഇത് ഒപ്പാസിറ്റി കുറച്ച് കഴിഞ്ഞാൽ ഈ വാട്ടറിൻ്റെ എഫക്റ്റ് ഇവിടുന്ന് പോകുന്നതായിരിക്കും. ഇത് കണ്ടോ ഒപ്പാസിറ്റി. അപ്പോൾ ഇത് നോക്കിക്കണം. അതുപോലെ തന്നെ ഷാഡോ മോഡ്, ഇത് ലീനിയർ ബേൺ, ഇത് ലൈറ്റൺ. ഈ 2 എഫക്റ്റാണ് ഞാൻ കൊടുത്തേക്കുന്നത്. ഇനി അതിന് ശേഷം ഓക്കെ കൊടുക്കുക. കണ്ടോ, അടിപൊളിയായിട്ട് വാട്ടർ ഡ്രോപ്പ് എഫക്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ വാട്ടർ ഡ്രോപ്പ് എഫക്റ്റ് ചെയ്യാൻ. ഇപ്പോൾ നമ്മൾ ഈ കൊടുത്തേക്കുന്ന എഫക്റ്റ് ഇതിന് മാത്രമല്ല, നമ്മൾ ഈ എഫക്റ്റ് മറ്റ് ടെക്സ്റ്റുകൾക്കും കൊടുക്കാൻ പറ്റും. ഇപ്പം ഞാൻ വേറൊരു പേജിൽ ഇത് ചെയ്തിട്ടുണ്ട്. ഇതുണ്ടോ, മാസ്റ്റർ ക്ലാസ് എന്ന് ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ആ എഫക്റ്റ് എങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് നോക്കാം. വളരെ എളുപ്പമാണ്. ഇതുണ്ടോ, ഇപ്പോൾ നമ്മൾ എഫക്റ്റ് കൊടുത്തേക്കുന്നതെല്ലാം ഈ ലെയർ പാനലിൽ താഴെ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. ഇതുണ്ടോ, ബെവൽ ആൻഡ് എംബസ്, ഇന്നർ ഷാഡോ, ഡ്രോപ്പ് ഷാഡോ എന്നീ എഫക്റ്റുകൾ. ഇനി ചെയ്യേണ്ടത് മുകളിൽ ലെയർ മെനുവിൽ വരിക.
നമ്മളിപ്പോൾ എടുത്തില്ലേ ലെയർ സ്റ്റൈൽ, അതിൻ്റെ അകത്ത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ കോപ്പി ലെയർ സ്റ്റൈൽ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇതേ ക്ലിക്ക് ചെയ്യുക. ഇനി ഇത് നമ്മൾ അടുത്ത ഏത് പിക്ചറിനാണോ കൊടുക്കേണ്ടത് ആ പിക്ചർ എടുത്ത ശേഷം ലെയറിൽ വീണ്ടും ലെയർ ചെല്ലുക, ലെയർ സ്റ്റൈലിൽ ചെല്ലുക. ഇത് കണ്ടോ പേസ്റ്റ് ലെയർ സ്റ്റൈൽ, ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് കണ്ടോ ആ എഫക്റ്റ് ഇങ്ങോട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഓരോ പിക്ചറിനനുസരിച്ച് ചെറിയ ചെറിയ വ്യത്യാസം വരും. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് കണ്ടോ കറക്റ്റ് ഇതല്ല. അപ്പോൾ നമ്മൾ എന്നെ ചെയ്യണം, ഇന്നർ ഷാഡോയോ ബെവലോ അത് അഡ്ജസ്റ്റ് ചെയ്യണം. നിങ്ങളുടെ ആവശ്യാനുസരണം ഓരോ പിക്ചറിനനുസരിച്ച് ഈ എഫക്റ്റിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് മാറ്റം വരുത്താവുന്നതാണ്. എന്നിട്ട് ഓക്കെ കൊടുക്കുക. നിങ്ങളപ്പോൾ ഇതെല്ലാം ഒന്ന് ചെയ്ത് നോക്കുക. ഓരോ പിക്ചറിനും വ്യത്യാസമായിരിക്കും. കണ്ടോ, ഇത് ഓരോന്നും മാറ്റുമ്പോൾ ഓരോ ചേഞ്ചസ് വരുത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ പിക്ചറിന് ആപ്റ്റായിട്ടുള്ള ഏതാണെന്ന് നിങ്ങൾ അതിൽ നിന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം അപ്ലൈ ചെയ്യുക. ഇങ്ങനെയാണ് മറ്റൊരു പിക്ചറിന് ഈ എഫക്റ്റ് അപ്ലൈ ചെയ്യുന്നത്. കണ്ടോ, നമ്മളിത് എവിടെ കൊണ്ടുവച്ചാലും ആ എഫക്റ്റ് അതിന് അപ്ലൈ ആവുന്നതായിരിക്കും. ഇത്രേ ഉള്ളൂ വാട്ടർ ഡ്രോപ്പ് എഫക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.